ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ഹോസ്പിറ്റലിൽ ശാരികയ്ക്കാണെങ്കിൽ കാലിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള വേദനയുണ്ട് എന്ന് പറയുന്നല്ലോ. അപ്പോൾ വീണ്ടും ഡോക്ടർ വരുന്നുണ്ട്. എന്നിട്ട് കാല് അനക്കാനായിട്ട് ഇങ്ങനെ ശാരിക ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ റൂമിലുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, കുറേ നേഴ്സുമാരൊക്കെ ഉണ്ട്. പക്ഷേ ശാരിക എത്ര ശ്രമിച്ചിട്ടും ആ ഒരു കാല് അനക്കാനായിട്ട് കഴിയുന്നുമില്ല. നന്നായിട്ട് വേദനിക്കുന്നുമുണ്ട്. അന്നേരം ഡോക്ടർ എന്നും പറഞ്ഞ് ശാരിക വേദന എടുത്ത് ഇങ്ങനെ കരയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. അന്നേരം അവിടെ ശാരികയ്ക്ക് കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും ഓപ്പറേഷനോ എന്തെങ്കിലും നടത്തണമായിരിക്കണം. അതിനൊരു പണം കണ്ടെത്താനാണ് പിന്നീട് ആ ഗോപാലകൃഷ്ണൻ അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണെന്ന് തോന്നുന്നു ഗോപാലകൃഷ്ണൻ വേലായുധൻ്റെ അടുത്തേക്ക് രാത്രി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അന്നേരം വേലായുധനാണെങ്കിൽ ഇങ്ങനെ കുറേ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം വേലായുധൻ പറയുകയാണ് തൃക്കരിപ്പൂർ ക്ഷേത്രം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ക്ഷേത്രം അന്തരീക്ഷമൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അവിടുത്തെ കാണിക്ക വഞ്ചി അത് നമ്മളങ്ങ് പൊക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതായത് ഒരു മോഷണം നടത്താനുള്ള ഒരു ശ്രമമാണ് വേലായുധൻ ഇവിടെ പറയുന്നത്. പക്ഷേ അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ അയ്യോ എന്നും പറഞ്ഞിങ്ങനെ എന്താ വിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി പൈസയ്ക്ക് വേണ്ടി വേലായുധനെ കൂട്ടുപിടിച്ച് വീണ്ടും ഒരു തെറ്റ് ചെയ്യാനുള്ളതാണോ എന്നുള്ള അറിയില്ല. മുൻപൊരിക്കൽ ആ ഒരു നസീറിൻ്റെ കൊലപാതകവും ഇവിടെ വേലായുധനെ കുട്ടിയാണല്ലോ ബോഡി മറവിയാനൊക്കെ നോക്കിയത്. പക്ഷേ ആ ഒരു കേസൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. അതിൻ്റെ പിന്നാലെ അബൂബക്കറിനെ ഒന്നും കാണിക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ ഇനി ഈ പണം കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും. അതിന് എന്ത് കുരുക്കിലേക്ക് പോകും എന്നുള്ളതൊക്കെയാണ്. അത് ശാലിനി കാലിന് എന്തെങ്കിലും വേറെ പ്രോബ്ലം ഉണ്ടാകുമോ? അതേസമയം അവിടെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് രാജേന്ദ്രനെ ഏൽപ്പിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നീട് ഇവിടെ ഇനി സുസ്മിത ഇനി ചെക്കിൻ്റെ പിന്നാലെ പോകുന്നതൊക്കെയാണ്. അതൊക്കെ നിസ്സാരമായിട്ട് സുസ്മിത അവിടെ കണ്ടെത്തുമായിരിക്കും. എന്താകും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.